ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാധനങ്ങളൊക്കെ എത്തിയോ? ഇന്നലെ തന്നെ എത്തി സർ. മാസ്റ്റർ ബെഡ്റൂം ഈസ് അപ്സ്റ്റേഴ്സ്. ഗുഡ്. ലക്ഷ്മി, എന്താ ലക്ഷ്മി ഇങ്ങനെ? ബോംബെയിൽ ജനിച്ചു വളർന്ന വിജിക്ക് പോലും നാട്ടിൽ വന്നതിൽ സന്തോഷം. നിനക്ക് മാത്രം എന്താ? എനിക്കിവിടെ ഓർക്കാനും സന്തോഷിക്കാനും എന്താണുള്ളത്? മറക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ വന്ന് കുറ്റപ്പെടുത്തുന്ന കുറെ ഓർമ്മകൾ. എനിക്ക് ഓർക്കാൻ ഇവിടെ നല്ലതൊന്നുമില്ല ബാലേട്ട. ലക്ഷ്മി, ആരും നിന്നെ കുറ്റപ്പെടുത്തിയില്ല. ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയേയില്ല. നീ സ്വയം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു, വേദനിക്കുന്നു. ഞാൻ നിന്നോട് കാലത്തെ ഈ കുപ്പായല്ലിട്ട് എങ്ങോട്ടാ? എനിക്ക് ഓഫീസിൽ പോണ്ടേ? അപ്പോ പാർസൽ വന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ആരെടുത്ത് വെക്കും? അതെ, നീയും അമ്മയും കൂടി എടുത്തു വെച്ചോണ്ടാ മതി. ലക്ഷ്മി, ഞാൻ ചീഫ് മിനിസ്റ്റർ ഒന്ന് കണ്ടിട്ട് വരാം. മേ ഐ കം ഇൻ, സർ? Please. Hearty welcomes to new Inspector General of Police. Please be seated. താങ്ക് യു. ഇനി ആ തൊപ്പി ഒന്ന് ഊരി വെച്ചാൽ നമുക്ക് അല്പം അൺഒഫീഷ്യലായിട്ട് സംസാരിക്കാം. ഓഫീസിലിരുന്ന് അൺഒഫീഷ്യലായിട്ട് സംസാരിക്കണം? അതൊന്നും സാരമില്ലൂ. എന്നാലായിക്കോട്ടെ. എത്ര കാലമായി തന്നെ കണ്ടിട്ട്. പണ്ട് മുരിങ്ങോട്ടുകര SI ആയിരിക്കുമ്പോ ഒരു പെണ്ണും കൊണ്ട് പോയതല്ലേ താൻ? ആര് പറഞ്ഞു? നല്ല നായർ തറവാട്ടിന്ന് പളുങ്ക് പോലത്തെ ഒരു പെണ്ണെ ഞാൻ കിട്ടിയത്. ആ ചേലക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ ഞാൻ അകത്ത് കിടക്കുന്ന സമയമാണ്. പിന്നെ നാട്ടുകാർ പറഞ്ഞതാ. അതുകൊട്ടെ, അവള് തന്നെയാണോ ഇപ്പോഴും കൂടെ? അവള് മാത്രമല്ല, കെട്ടിക്കാൻ പ്രായമായ ഒരു മോള് കൂടിയുണ്ട്. സമയം പോകുന്നത്. കെട്ടിക്കാൻ പ്രായമായ മോളോ? കോളേജിൽ പഠിക്കുന്നു. ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു. തനിക്ക് IPS കിട്ടിയെന്ന് പേപ്പറിൽ വായിച്ചപ്പോ സത്യം പറയാമല്ലോ, എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ സംഘടിപ്പിച്ചെടുത്തോളൂ അത്? കല്യാണം കഴിഞ്ഞപ്പോഴാ എന്തെങ്കിലുമൊക്കെ ആകണമെന്നൊരു വാശി തോന്നിയത്. അങ്ങനെ എഴുതി. എന്തോ ഭാഗ്യത്തിന് കിട്ടി. സെൻട്രലിൽ ഇരുന്നപ്പോ മഹാരാഷ്ട്ര പോലീസിന് അണ്ടർവേൾഡിനെ ഒതുക്കാൻ ഒരു മലയാളി തന്നെ വേണമെന്നായി. എവിടെയും മലയാളി തന്നെയാണല്ലോ പ്രശ്നം. ഞാൻ അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് അണ്ടർവേൾഡ് ഒതുങ്ങിയോ? ഒതുങ്ങിയതല്ല, ഒതുക്കി. എങ്കിലേ ഇവിടെ ചില ദാതമാരുണ്ട്. അവരെ ഒന്ന് ഒതുക്കി തരാനാ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അറിഞ്ഞു. നിസ്സാരന്മാരല്ല, കൊലകൊമ്പന്മാരാ. ബോംബെ അണ്ടർവേൾഡിനെയും കടത്തി വിട്ടവന്മാര്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി ഒരുപാട് ഇന്റർനാഷണൽ കണക്ഷൻസ് ഉള്ളവരാ. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? തന്നോട് സത്യം പറയാൻ, സമ്മേളനമായാലും ജാഥയായാലും ഇലക്ഷൻ ആയാലും ആദ്യം ഓടിച്ചെല്ലുന്ന ഇവരുടെ അടുത്താണ്. പത്തി ചോദിക്കണ്ട, 100 അടുത്ത് വരും. കഴിഞ്ഞ ഇലക്ഷന് ഞാനും കുറെ കാശ് ഇവരോട് വാങ്ങിച്ചു. അതൊക്കെ കൊണ്ട് ഞാനും കുറെ കണ്ണുറച്ചു. ഇപ്പൊ ഇവന്മാരുടെ തമ്മിത്തല്ലിന്റെയും കത്തിക്കുത്തിന്റെയും കംപ്ലീറ്റ് ബ്ലെയിം എന്റെ തലയിൽ. സംസ്ഥാന ഗവൺമെന്റ് സഹായത്തോടെയാണ് ഇവിടെ കള്ളക്കടത്തെന്ന് കേന്ദ്രത്തിൽ പറഞ്ഞു തരണ്ട. അതും പൊക്കി പിടിച്ചടക്കാൻ ഇവിടെ കുറെ പ്രതിപക്ഷക്കാർ പാതി വീതം കൊടുക്കാമെന്ന് പറഞ്ഞെല്ലാം സമാധാനിപ്പിച്ച് തിരിച്ചു വരുമ്പോഴായിരിക്കും നടു ഓടിക്കിടന്ന് യുവമാരുടെ തമ്മിത്തല്ല്. എല്ലാം കൂടെ ചേർന്ന് എന്റെ കസേര തെറിക്കുന്ന അവസ്ഥയാണ്. യുവന്മാരെ ഒതുക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. താൻ പറയും, എന്തു വേണേ തരാം. കസ്റ്റംസിന്റെ ഫുൾ കോപ്പറേഷൻ. അസിസ്റ്റ് ചെയ്യാൻ താൻ പറയുന്നത്ര പോലീസുകാർ. അവരെ ഒതുക്കി തന്നതിന് ശേഷം താൻ പോവാവൂ. Agreed. Be careful about Alexander. He is the most cunning. കൃഷ്ണദാസ് അത്ര പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നില്ല. എന്താ, സോഫ്റ്റ് കോർണർ എവിടെയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒന്ന് അണലിയാണെങ്കിൽ മറ്റേത് മൂർഖനാണ്. ബോത്ത് ആർ ഡേഞ്ചറസ്. ആ ഫയൽസ് ഒക്കെ കൊടുത്തയക്കാൻ ഏർപ്പാട് ചെയ്യാം. ഒന്ന് നോക്കൂ. ഉടനെ പറ്റില്ല. മോളുടെ കോളേജ് അഡ്മിഷന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏർപ്പാട് ചെയ്യാം. ഏത് കോളേജിലാ? സെന്റ് പീറ്റേഴ്സില്. ശരി അച്ഛാ. ശരി മോളെ. അച്ഛാ, വൈകിട്ട് ഞാൻ വണ്ടി അയച്ചേക്കാം. ഓക്കെ, ബൈ. ബൈ. പോകാം. കൊച്ചു കൊള്ളാവല്ലോടാ. വേണ്ടളിയാ, കണ്ടില്ലേ? തന്ത ഐജിയാ. അയാളെ എടുത്തിട്ട് തല്ലിയെ മനസ്സിലാക്കാം. ഇത് കണ്ട ഡൂക്കിൽ പോലീസുകാർ വിട്ടായിരിക്കും തല്ലിക്കുന്നത്. നമ്മളില്ലേ? പോലീസല്ല, പട്ടാളമായാലും ശരി, ഇവളെ ഞാൻ വളയ്ക്കും.
വളരെ വലിയൊരു ചുമതലയാണ് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതും റിട്ടയർ ചെയ്യാൻ കഷ്ടിച്ച് 1 വർഷം മാത്രമുള്ള ഈ അവസരം. കൃത്യമായി പറഞ്ഞാൽ ഫുള്ളി 8 months. എനിക്ക് വയസ്സായി പോയെങ്കിലും ചെറുപ്പക്കാരായ നിങ്ങൾ കൂടി ഉള്ളപ്പോൾ ഐ എം ഷ്യൂർ ഓഫ് മൈ സക്സസ്. നിങ്ങളുടെ സിൻസിയറിറ്റിയും ഹാർഡ് വർക്കും എനിക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാമല്ലോ? ഓഫ് കോഴ്സ് സർ. താങ്ക് യു. അറിഞ്ഞിടത്തോളം നമ്മുടെ പ്രതിയോഗികൾ അതിസമർത്ഥന്മാരാണ്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും കൂട്ടായ ഒരു യജ്ഞം. ദാറ്റ് മീൻസ് എ ജോയിന്റ് വെഞ്ചർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. നമ്മുടെ മെയിൻ ടാർഗറ്റ്സ് വിൽ ബി അലക്സാണ്ടർ ആൻഡ് കൃഷ്ണദാസ്. ഇവരെ ഒതുക്കിയാൽ മറ്റുള്ളവർ താനെ ഒതുങ്ങിക്കൊള്ളൂ. ബട്ട് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. മാത്യൂസ് സർ, ആ ഡീറ്റെയിൽസ് ഞാൻ തരും. ഈസ് കൃഷ്ണദാസ്. ബോംബെ അണ്ടർവേൾഡിന്റെ പേടി സ്വപ്നമായിരുന്നു IG ബാലകൃഷ്ണൻ. പല അധോലോക രാജാക്കന്മാരുടെയും അടിവേരുകൾ വരെ അയാൾ പിഴുകളഞ്ഞു. കൊന്നുകളയുമെന്നും തലവെട്ടി പ്രദർശനത്തിന് വെക്കുമെന്നുമൊക്കെ പലരും ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. IG ബാലകൃഷ്ണനെ ഒന്ന് തൊടാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. അയാൾ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. പോരാത്തതിന് നമ്മളെ ഒതുക്കാൻ അയാളെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് മുഴുവൻ നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. നന്ദിയില്ലാത്ത ഡാഡി, കുറച്ചു നാളെങ്കിലും നമ്മുടെ ഓപ്പറേഷൻസും മറ്റും നിർത്തിവെക്കുന്നതല്ലേ ബുദ്ധി? അല്ല, കൊല്ലാൻ വരുന്ന സിംഹത്തിന്റെ മുൻപിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതല്ല ബുദ്ധി. പിന്നെ തിന്നാൻ ആരെയെങ്കിലും വിട്ടുകൊടുക്കണം. ആരെ? അലക്സാണ്ടറെ. അലക്സാണ്ടറുടെ സാധനങ്ങളാണ് പുറംകടലിൽ കിടക്കുന്ന ഗ്രീക്ക് കപ്പലിൽ നിന്നാണ് കടത്തുന്നത്. നിങ്ങൾ ആരാ? അതറിയണ്ട.